ദൈവം നൽകിയ സാവകാശത്തിനായ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമുക്ക് ഒരുമിച്ച് ഇന്ന് ദൈവവചനങ്ങളെ ധ്യാനിച്ച് ഒരു ഞായറാഴ്ച കൂടി ആയിരിക്കാം. അതിനുവേണ്ടി മർക്കോസ് എഴുതിയ സുവിശേഷം അതിൻ്റെ 12-ാം അധ്യായം അതിൻ്റെ 24 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. മർക്കോസ് എഴുതിയ സുവിശേഷം 12-ാം അധ്യായം അതിൻ്റെ 24 മുതലുള്ള വാക്യങ്ങൾ. നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയായക കൊണ്ടല്ലയോ തെറ്റിപ്പോകുന്നത്. മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുമ്പോൾ വിവാഹം കഴിക്കുകയില്ല, വിവാഹത്തിന് കൊടുക്കപ്പെടുകയുമില്ല, സ്വർഗത്തിലെ ദൂതന്മാരെ പോലെ ആകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാൻ. വാഴ്ത്തപ്പെട്ട ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, നല്ല ദിവസമായി സ്തോത്രം ചെയ്യുന്നു. ദൈവകൃപയാൽ ഞങ്ങൾക്ക് ഇവിടെ ഒരുമിച്ചായിരിക്കാൻ കർത്താവ് നൽകിയ സാവകാശത്തിനായി സ്തോത്രം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ മേൽ നിറയുമാറാകണം, അനുഗ്രഹിക്കുമാറാകണം എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഹല്ലേലൂയ. ഞങ്ങൾ ഒരുമിച്ചായിരിക്കുന്ന ഈ സന്ദർഭത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ ചലിക്കുമാറാകട്ടെ. കർത്താവെ, ഞങ്ങളെ നിറയ്ക്കുമാറാകട്ടെ. കർത്താവെ, ഞങ്ങളെ നിറയ്ക്കുകയും സഹായിക്കുകയും ചെയ്യണം. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. ഇവിടെ നമുക്ക് എല്ലാവർക്കും പരിചിതമായ ഒരു ഭാഗമാണ്. കർത്താവിനോട് സാദൂക്യർ വന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. 18 മുതൽ നോക്കുമ്പോൾ നമുക്കറിയാം. 18-ാമത്തെ വാക്യം മുതൽ 12-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം മുതൽ ചില സാദൂക്യർ കർത്താവിൻ്റെ അടുക്കൽ വന്ന് ചോദിക്കുകയാണ്, ഗുരു, ഒരുത്തൻ്റെ സഹോദരൻ മക്കളില്ലാതെ മരിച്ചു ശേഷിച്ചാൽ ആ ഭാര്യയെ അവൻ്റെ സഹോദരൻ പരിഗ്രഹിച്ച് തൻ്റെ സഹോദരന് സന്തതിയെ ജനിപ്പിക്കുകയാണെന്ന് മോശ എഴുതിയിരിക്കുന്നു. എന്നാൽ 7 സഹോദരന്മാരുണ്ടായിരുന്നു. അവരിൽ മൂത്തവൻ ഒരു സ്ത്രീ വിവാഹം കഴിച്ചു, സന്തതിയില്ലാതെ മരിച്ചുപോയി. രണ്ടാമത്തവൻ അവളെ പരിഗ്രഹിച്ചു. അപ്പം അങ്ങനെ പറഞ്ഞിട്ട് അവസാനം അവർ ചോദിക്കുന്ന ചോദ്യം ഇതാണ്: ഇങ്ങനെ പോയാൽ അവസാനം ഇവരെല്ലാവരും മരിച്ച് ഈ ഭാര്യയും മരിച്ച് അവസാനം അവരെല്ലാവരും സ്വർഗത്തിലെത്തുമ്പോൾ ഈ സ്വർഗത്തിലെത്തുന്ന സമയത്ത് ആരുടെ ഭാര്യയായിട്ടാണ്? 7 സഹോദരന്മാരുണ്ടായിരുന്നല്ലോ, ആരുടെ ഭാര്യയായിട്ടാണ് ഈ സ്ത്രീ പോകുന്നത്? അപ്പൊ കർത്താവ് അവരോട് പറയുന്ന ഉത്തരം, ഈ ചോദ്യം നിങ്ങൾ ചോദിക്കാനുള്ള ഒരു കാരണമുണ്ട്. ഈ ചോദ്യം നിങ്ങൾ ചോദിക്കാനുള്ള കാരണം, അതിന്റെ പ്രധാന സംഗതി, ഇതെല്ലാം ഈ ചോദ്യത്തിലേക്ക് വരാനുള്ള പ്രധാന കാരണം എന്താണ്? ഇതെല്ലാം വായിച്ചിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. പുനരുദ്ധാനത്തെക്കുറിച്ച് പല സ്ഥലത്തും പറയുന്നുണ്ട്. പക്ഷേ ഇത് ശരിയാണോ തെറ്റാണോ എന്നറിയാൻ വേണ്ടി ഈ ചോദ്യം. അപ്പം ഇവിടെ കർത്താവ് അതിന് ഉത്തരം പറയുന്നത്, നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയായക കൊണ്ടാണ് തെറ്റിപ്പോകുന്നത്. അപ്പോൾ തിരുവെഴുത്തിനെ അറിയാത്തത് കൊണ്ട്, ദൈവശക്തിയെ അറിയാത്തത് കൊണ്ടാണ് ഈ സംഭവം നടക്കുന്നത്. യഥാർത്ഥത്തിൽ കർത്താവ് പറയുകയും പഠിപ്പിക്കുകയും ദൈവം ഉപദേശിക്കുകയും ചെയ്ത, അല്ലെങ്കിൽ ദൈവം വെളിപ്പെടുത്തി കൊടുത്ത ദൈവിക വചനങ്ങളിലുള്ള ഈ കാര്യം ഇവരുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്നില്ല. എന്തുകൊണ്ടാണ് ഇവരുടെ ഹൃദയത്തിലേക്ക് കടന്നു വരാത്തത്? ഇവർ പറയുന്നത് എന്താണ്? പുനരുദ്ധാനം. അപ്പോൾ 12 നോക്കിയേ, അല്ല ഇവിടെ നോക്കിക്കോ, ഞാൻ വായിക്കാം. 12 പുനരുദ്ധാനം ഇല്ല എന്ന് പറയുന്ന സാദൂക്യർ അവൻ്റെ അടുക്കൽ വന്നു. അപ്പോൾ സാദൂക്യർ എന്ന് പറഞ്ഞാൽ ഈ പറയുന്നത് യഹൂദന്മാർ തന്നെയാണ്. സാദൂക്യരും പരീശന്മാരും ഒക്കെ നമ്മളൊക്കെ വായിക്കുന്നുണ്ട്. പക്ഷെ ഈ യഹൂദന്മാരിലുള്ള സാദൂക്യരിൽ ഒരു വിഭാഗം വിചാരിച്ചുകൊണ്ടിരുന്നത് ഇനി പുനരുദ്ധാനം ഇല്ല എന്നുള്ളതാണ്. പുനരുദ്ധാനം ഇല്ല എന്ന് വേദപുസ്തകത്തിൽ, പഴയ നിയമത്തിൽ എവിടെയെങ്കിലും പറയുന്നുണ്ടോ? ഇല്ല. മരണശേഷം ഒരു ജീവിതം ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ അന്നുണ്ടായിരുന്ന ചിലർ വിശ്വസിച്ചത് പുനരുദ്ധാനം ഇല്ല എന്നാണ്. എന്തുകൊണ്ടാണ് ഈ വേദവിപരീതത്തിലേക്ക് ഇവർ പോയത്? എന്തുകൊണ്ടാണ് വേദവിപരീതത്തിലേക്ക് പോയത്? വേദവിപരീതത്തിലേക്ക് പോകാനുള്ള കാരണം, നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയായക കൊണ്ടാണ്. അപ്പൊ തിരുവെഴുത്തുകളെ തിരുവെഴുത്ത് ഇല്ലാഞ്ഞിട്ടാണോ? തിരുവെഴുത്ത് അവിടെ ഇല്ലാഞ്ഞിട്ടാണോ? അവർ വായിക്കാഞ്ഞിട്ടാണോ? തിരുവെഴുത്ത് അവിടെ ഉണ്ട്. സാധുക്കൾ അത് വായിക്കുന്നുണ്ട്. അവരുടെ എബ്രായ ഭാഷയിൽ ആ തിരുവെഴുത്തുകൾ അവിടെ ലഭ്യമാണ്. അവരവിടെ വായിക്കുന്നുണ്ട്. അവരുടെ പള്ളികളിലും വായിക്കുന്നുണ്ട്, അവരുടെ വീടുകളിലും വായിക്കുന്നുണ്ട്, അവരും വായിക്കുന്നുണ്ട്. പക്ഷേ അവർക്കിത് മനസ്സിലാകുന്നില്ല. അപ്പൊ കർത്താവ് എന്താണ് പറയുന്നത്? ഈ തിരുവെഴുത്തുകൾ, അതായത് നിങ്ങൾക്ക് അക്ഷരം അറിയാത്തത് കൊണ്ടല്ല,
നിങ്ങളുടെ കയ്യിൽ വേദപുസ്തകം ഇല്ലാത്തത് കൊണ്ടല്ല. പക്ഷെ യഥാർത്ഥത്തിൽ ഈ തിരുവെഴുത്ത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയുന്നില്ല. അതുകൊണ്ടാണ് ഈ ചോദ്യം ചോദിച്ചത്. അപ്പൊ തിരുവെഴുത്തുകളെ യഥാർത്ഥത്തിൽ അറിയുക എന്നുള്ളതൊരു വലിയ കാര്യമാണ്. എന്താണ് ഈ തിരുവെഴുത്തുകളെ അറിയുക? 20-ാമത്തെ ലൂക്കോസിന്റെ സുവിശേഷം ഞാനിത് തന്നെ, ലൂക്കോസിന്റെ സുവിശേഷം 20:36 ഇത് തന്നെ പറയുന്നുണ്ട്. ഈ സെയിം സംഭവം തന്നെ പറയുന്നുണ്ട്. ഞാനിത് വായിച്ചു നോക്കി, ഈ ഭാഗത്തിൽ നിന്ന് ദൈവാത്മാവ് ചലിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കി, മത്തായിയുടെ സുവിശേഷത്തിലും ഈ കാര്യം പറയുന്നുണ്ട്, മർക്കോസിന്റെ സുവിശേഷത്തിലും ഈ കാര്യമുണ്ട്, ലൂക്കോസിന്റെ സുവിശേഷത്തിലും ഈ കാര്യമുണ്ട്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഗതിയാണ്. ഇതെല്ലാം വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അവർ പറയുന്നത് പുനരുദ്ധാനം ഇല്ലെന്നാണ്. സോ എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്? അവർ വായിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്തിട്ടും അവരതിനെപ്പറ്റി അറിയുന്നില്ല. പ്രൈസ് ദി ലോർഡ്. അവരുടെ കണ്ണുകൾ അത് കാണുവാൻ തുറന്നിട്ടില്ല. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും തിരുവെഴുത്തുകൾ വേണ്ട രീതിയിൽ നമ്മുടെ കണ്ണുകളെ തുറക്കുന്നില്ലെങ്കിൽ നമുക്ക് ശരിയായ രീതിയിൽ ഒന്നും കാണാൻ പറ്റില്ല. ദൈവശക്തി തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്നില്ല എങ്കിൽ, ആ തിരുവെഴുത്ത് നമ്മുടെ കണ്ണുകളെ തുറക്കുന്നില്ല എങ്കിൽ നമുക്കത് കാണാൻ കഴിയില്ല. പ്രൈസ് ദി ലോർഡ്. കാണുവാൻ ഏറ്റവും വലിയ സംഭവം പ്രകാശം ഉണ്ടായിരിക്കണം. ഈ ലൈറ്റെല്ലാം ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിൽക്കുന്ന എന്നെ വളരെ ക്ലിയർ ആയിട്ടൊന്നും കാണാൻ കഴിയില്ല. എനിക്ക് നിങ്ങളെയും കാണാൻ കഴിയില്ല. കാഴ്ചയ്ക്ക് ഏറ്റവും വലിയ സംഗതി പ്രകാശമാണ്. ഈ പ്രകാശത്തിനും ചില കുഴപ്പമുണ്ട്. പ്രൈസ് ദി ലോർഡ്. പ്രകാശത്തിനുള്ള കുഴപ്പം, ഈ മഞ്ഞ ലൈറ്റിൽ ഞാൻ കുറച്ചുകൂടെ മഞ്ഞച്ചിരിക്കും. വെളുത്ത ലൈറ്റാണ് കുറച്ചുകൂടെ ഉണ്ടെങ്കിൽ എൻ്റെ ഈ മഞ്ഞ കളർ മാറും. പ്രൈസ് ദി ലോർഡ്. ഈ ഷർട്ട് ഏകദേശം പച്ചയായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. ഏകദേശം. കാരണം ഇത് പച്ച ഷർട്ട് ആയതുകൊണ്ടല്ല. പിന്നെന്തുകൊണ്ടാണ്? ബാക്കി എല്ലാ കളറിനെയും ഈ തുണി വലിച്ചെടുക്കും, പച്ച മാത്രം റിഫ്ലക്റ്റ് ചെയ്യും. യഥാർത്ഥത്തിൽ ഇതിൻ്റെ കളർ പച്ചയാണോ എന്ന് ദൈവത്തിന് മാത്രം അറിയാം. ബേസിലിട്ടുകൊണ്ടിരുന്ന ഷർട്ടിൻ്റെ കളർ എല്ലാവരും പറയും ചുമപ്പാണെന്ന്. പക്ഷെ റിയലി അതിന് മുക്കിയിരിക്കുന്ന ഡൈ ചുമപ്പിനെ മാത്രം റിഫ്ലക്റ്റ് ചെയ്യും, ബാക്കി എല്ലാത്തിനും വലിച്ചെടുക്കും. കണ്ണ് തുറന്നാലാ ഇത് കാണാൻ പറ്റുള്ളൂ. ലൈറ്റ്, ക്ലിയർ ആയിട്ടുള്ള ലൈറ്റ് വന്നാലാണ് ഇത് പച്ചയാണോ അത് ചുവപ്പാണോ എന്ന് അറിയാൻ പറ്റുള്ളൂ. ഇനി ഒരു വയലറ്റ് കളർ ഇതിനകത്തേക്ക് അടിക്കുമെന്ന് കരുതി, ഇതൊരു ഏകദേശം മഞ്ഞയാണെന്നറിയാം. ഒരു വയലറ്റ് കളർ ഇതിനകത്തേക്ക് അടിച്ചാൽ എൻ്റെ ഷർട്ടിൻ്റെ കളർ നിങ്ങൾ പച്ചയായിട്ടല്ല കാണാൻ പോകുന്നത്. വയലറ്റ് കളർ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് പഠിക്കാൻ പറ്റില്ല. അപ്പോൾ വയലറ്റ് കളർ അടിച്ചു കഴിഞ്ഞാൽ ഈ ഷർട്ടിൻ്റെ കളർ മാറും. പ്രൈസ് ദി ലോർഡ്. കർത്താവ് പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ, എന്നിൽ നടക്കുന്നവൻ ഇരുട്ടിൽ ഒരു നാൾ നടക്കില്ല. വയലറ്റ് കളർ അടിച്ചു കഴിഞ്ഞാൽ ഇത് കറുപ്പായിട്ട് തോന്നുമായിരിക്കും. കാണുന്നവനൊക്കെ ഇത് കറുപ്പാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ സത്യവെളിച്ചം ഇതിനകത്തേക്ക് വന്നാൽ അത് പച്ച കളറാണ് റിഫ്ലക്റ്റ് ചെയ്യുന്നതെന്നറിയും. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ജീവിതത്തിൽ ചില വെളിച്ചം വന്നിട്ട് അത് വെച്ചാൽ ചില വസ്തുക്കളെ നമ്മൾ കാണുന്നത്. വയലറ്റ് കളറാണ് ചിലർ കണ്ടുകൊണ്ടിരിക്കുന്നത്, ചിലർ മഞ്ഞയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്, ചിലർ പച്ച കളറിലാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. കർത്താവ് പറഞ്ഞു, ഞാനാണ് വെളിച്ചം. എൻ്റെ വെളിച്ചത്തിൽ ഇത് കണ്ടു കഴിഞ്ഞാൽ എൻ്റെ ശരിയായ കാര്യം അറിയാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. കർത്താവാണ് വെളിച്ചം.
ആ വെളിച്ചത്തിലാണ് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. ആ വെളിച്ചത്തിൽ കണ്ടാൽ മാത്രമേ അത് എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് വെളിച്ചത്തിൽ നടക്കാൻ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ചുമ്മാ ലൈറ്റ് അടിച്ച് നടക്കണമെന്നല്ല പറഞ്ഞത്, അല്ലാണ്ട് നട്ടുച്ചയ്ക്ക് നടക്കണമെന്നല്ല പറഞ്ഞത്. കർത്താവ് എന്ന വെളിച്ചത്തിൽ നടന്നു കഴിഞ്ഞാൽ മാത്രമേ എന്താണ് കാര്യമെന്ന് കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. ജീവിതത്തിലുള്ള പ്രതിസന്ധിയും പ്രയാസവും അനുഭവങ്ങളും കാര്യങ്ങളും എന്താണെന്ന് മനസ്സിലാകാൻ വയലറ്റ് ടോർച്ച് കയ്യിലുണ്ടോ അതുകൊണ്ട് കാര്യമില്ല. വയലറ്റ് ടോർച്ച് കയ്യിലുണ്ടെങ്കിൽ എടുത്തു വയ്ക്കുക, മാറ്റി വയ്ക്കുക. യേശുവിൽ നടന്നാൽ മാത്രമേ കാര്യങ്ങൾ വെളിപ്പെട്ട് കിട്ടുള്ളൂ. അതിന് ഇത് പ്രിന്റ് ചെയ്ത് കയ്യിലിരുന്നുകൊണ്ട് കാര്യമില്ല. കാരണം വയലറ്റ് ടോർച്ചും വെച്ചുകൊണ്ട് വായിച്ചു കഴിഞ്ഞാൽ നടക്കില്ല. ഇതാ പറഞ്ഞത്, തിരുവഴുത്ത് കയ്യിലുണ്ട് എങ്കിലും നിങ്ങളത് അറിയുന്നില്ല. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ യേശുവിലൂടെ കാര്യങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ മാത്രമേ യഥാർത്ഥത്തിൽ എന്താണെന്ന് നമുക്കറിയാനായിട്ട് സാധിക്കൂ. നമ്മുടെ ജീവിതത്തിലെ യഥാർത്ഥ കാര്യങ്ങൾ എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അത് യേശുവിലൂടെ കാണണം. യേശു ലോകത്തിന്റെ വെളിച്ചമാണ്. ആ വെളിച്ചത്തിലാണ് നമ്മൾ കാണേണ്ടത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം അതിന്റെ 35-ാമത്തെ വാക്യം. ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം അതിന്റെ 31-ാമത്തെ വാക്യം. 11 അതിന്റെ 30 11 പ്രൈസ് ദി ലോർഡ്. ശരീരത്തിന്റെ വിളക്ക് പതിനൊന്ന് ശരീരത്തിന്റെ വിളക്ക് കണ്ണാണ്. ശരീരത്തിന്റെ വിളക്ക് കണ്ണാണ്. ഈ കണ്ണില് വെളിച്ചമില്ലാതെ പോയി കഴിഞ്ഞാൽ പിന്നെ കാണാൻ പറ്റത്തില്ല. ഒന്നും വിളക്കണഞ്ഞു പോയി, ഒന്നും കാണാൻ പറ്റില്ല. പണ്ട് ഈ ചോദ്യം എന്നോട് കുറേ വർഷങ്ങൾക്ക് മുമ്പ് എന്തിനാ കർത്താവ് അങ്ങനെ ചോദിച്ചതെന്ന് ഒരാൾ എന്നോട് ചോദിച്ചു. എനിക്കും പറയാൻ പറ്റിയില്ലായിരുന്നു. കാരണം എന്നെ താഴേക്ക് വായിക്കുമ്പോൾ പറയുന്നത് എങ്ങനെയാണെന്നറിയാം. ശരീരത്തിൻ്റെ വിളക്ക് കണ്ണാകുന്നു, കണ്ണ് ചൊവ്വുള്ളതെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിതമായിരിക്കും. അപ്പം ഞാൻ ഓർത്തു, ഈ ദൈവമേ, അപ്പം ഈ കാഴ്ചയില്ലാത്തവരുടെ ശരീരം പോക്കാണോ? വേദപുസ്തകത്തിൽ അങ്ങനെയാണല്ലോ. കാരണം ഈ ചോദിച്ചവൻ കണ്ണട വെച്ചവനായിരുന്നു. അന്ന് എനിക്ക് കണ്ണടയില്ലായിരുന്നു. അപ്പൊ ശരിയായ കാഴ്ചയില്ലെങ്കിൽ ശരീരം പോക്കാണോ എന്നുള്ള അല്ല, അങ്ങനെയല്ല. പ്രൈസ് ദി ലോർഡ്. ശരിയായ കാഴ്ച ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരം കൃത്യമായിട്ട് സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കും. ശരിയായ രീതിയിൽ കാഴ്ച വന്നില്ലെങ്കിൽ, ഇപ്പോൾ ഒരു ഇരുട്ട് റൂമിലിരുന്ന് മുടിയൊക്കെ ചീകി ഒരുങ്ങി വരുവാണെങ്കിൽ, മുഖത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, മുടി മാറിയാണ് ഇരിക്കണമെങ്കിൽ അറിയാൻ പറ്റത്തില്ല. പക്ഷെ ശരിയായ കാഴ്ച ഉണ്ടെന്നുണ്ടെങ്കിൽ, ശരിയായ വെളിച്ചം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരം കൃത്യമായിട്ട് നമുക്ക് മുഖത്ത് എന്തെങ്കിലും ഉണ്ടോ, കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ, ഇതെന്താണോ, ശരീരം കൃത്യമായി സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കും. അപ്പോൾ ഈ വിളക്ക് അണഞ്ഞു പോയി കഴിഞ്ഞാൽ, പക്ഷെ നമ്മുടെ ശരീരം കൃത്യമായിട്ട്, ഇപ്പോൾ ഷർട്ട് കൈ മടക്കി വെച്ചിട്ടുണ്ടോ, നിവൃത്തിയാണോ വെച്ചതെന്ന് ശരീരത്തിൻ്റെ ത്വക്ക് മുഖേന നമുക്ക് അറിയാൻ പറ്റുമായിരിക്കും. പക്ഷെ അതെങ്ങനെയാണ് ഇരിക്കണമെന്ന് അറിയാൻ പറ്റില്ല. അതുകൊണ്ട് ശരീരം വൃത്തിയായി സൂക്ഷിക്കുന്നതിന് അവനവൻ്റെ കണ്ണ് വളരെ പ്രാധാന്യമുള്ളതാണ്. ഓക്കെ, ശരീരത്തിൻ്റെ വിളക്ക് കണ്ണ് ആകുന്നു. അപ്പം അതാണ് യഥാർത്ഥത്തിൽ ആ ശരീരത്തെ മുഴുവനായിട്ട് വൃത്തിയായി വെടിപ്പായി നന്നായി സൂക്ഷിക്കണമെന്നുണ്ടെങ്കിൽ അവനവൻ്റെ കണ്ണ് കൃത്യമായിരിക്കണം. ശരിയാണോ? വയസ്സായവർ നോക്കുമ്പോൾ പറയില്ലേ,
ഒരു 10-90 വയസ്സാകുമ്പോൾ ചട്ടയും മുണ്ടൊക്കെ ഇട്ട് കഴിഞ്ഞാൽ തോളത്ത് തുണി മാറി ഇത് അമ്മച്ചി നേരെ പിടിച്ചിട്ട് ഇതിങ്ങനെ ചാടിക്കിടക്കണ തന്നെ. അതങ്ങനെ ചോദിക്കേണ്ടി വരുന്നത് കൃത്യമായിട്ട് അത് അവിടെ ഉണ്ടോ ഇവിടെ ഉണ്ടോ എന്നൊന്നും അറിയാൻ പാടില്ലാത്തത് കൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പൊ കാഴ്ച നേരമര്യാദയ്ക്കുണ്ടെങ്കിൽ മാത്രമേ നല്ല രീതിയിൽ നടക്കാൻ പറ്റുള്ളൂ, നല്ല രീതിയിൽ ഒരുങ്ങിയിരിക്കാൻ പറ്റുള്ളൂ. കാഴ്ച അങ്ങ് പോയി കഴിഞ്ഞാൽ, ദർശനം നഷ്ടപ്പെട്ടു പോയാൽ, കാഴ്ച നഷ്ടപ്പെട്ടു പോയാൽ എന്താ കർത്താവ് പറഞ്ഞത്? ആകയാൽ നിന്നിലുള്ള വെളിച്ചം ഇരുളാകാതിരിപ്പാൻ സൂക്ഷിക്കണം. നോക്കുക, നിന്റെ ശരീരം അന്ധകാരമുള്ള അംശം ഒട്ടുമില്ലാതെ മുഴുവൻ പ്രകാശിതമായിരുന്നാൽ വിളക്ക് തിളക്കം കൊണ്ട് നിന്നെ പ്രകാശിപ്പിക്കുന്ന പോലെ അശേഷം പ്രകാശിതമായിരിക്കും. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ വെളിച്ചം, ഇത് കർത്താവ് ഒരു കണ്ണിനെ ഉപമയായിട്ട് പറഞ്ഞതാ. കണ്ണ് വളരെ ക്ലിയർ ആയിട്ടാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് നമുക്ക് നമ്മുടെ ശരീരത്തെ കൃത്യമായിട്ട് സൂക്ഷിച്ച് നല്ല രീതിയിൽ കൊണ്ടു നടക്കാനും അതിൻ്റെ കുറവ് എന്താണെന്ന് മനസ്സിലാക്കാനും അതിൻ്റെ കുഴപ്പങ്ങൾ എന്താണെന്ന് തിരിച്ചറിയാനും നമുക്ക് സാധിക്കുന്നത് പോലെ കർത്താവിൻ്റെ വെളിച്ചം നമ്മുടെ ജീവിതത്തിൻ്റെ ഉള്ളിൽ നിറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസ് ദി ലോർഡ്, ജീവിതം പ്രകാശിതമായിരിക്കും. നമ്മൾ ഈ ലോകത്തിൽ ഒത്തിരി, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ലോകത്തിൽ ഒത്തിരി ഉപദേശങ്ങൾ വരുന്നുണ്ട്, ലോകത്തിൽ ഒത്തിരി പേര് ഉപദേശിക്കാനുമായിട്ടുണ്ട്. പക്ഷെ ലോകം പറയുന്നത് പോലെ ഉപദേശം കേട്ട് നടക്കാനല്ല നമ്മൾ വിളിച്ചിട്ടുള്ളത്, കർത്താവിൻ്റെ വെളിച്ചത്തിൽ നടക്കാൻ വേണ്ടിയിട്ടാണ്. കർത്താവിൻ്റെ വെളിച്ചത്തിൽ നടന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പ്രശ്നമൊന്നുമില്ല, നിങ്ങൾ തിളങ്ങിയിരിക്കും. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ വെളിച്ചം ഈ ഒട്ടും ഇരുട്ടില്ലാതെ നമ്മുടെ ജീവിതത്തിൽ ലോകത്തിൻ്റെ ഒരു ഇരുട്ടും കടന്നു വരാതെ ദൈവത്തിൻ്റെ വെളിച്ചം മാത്രമാണ് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ കത്തി നിൽക്കുന്നതെങ്കിൽ നമ്മൾ തിളങ്ങിയിരിക്കുന്ന കർത്താവ് പറഞ്ഞത്, നമ്മൾ തിളങ്ങിയിരിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പൊ വെളിച്ചം നമ്മുടെ ഉള്ളിൽ നിറയണം, കർത്താവിൻ്റെ വെളിച്ചം നിറയണം. ഹല്ലേലൂയ. ചില കാര്യങ്ങൾ ഇങ്ങനെ ഈ കർത്താവിൻ്റെ വെളിച്ചം നിറഞ്ഞു കഴിഞ്ഞപ്പോൾ ഉള്ളൊരു സംഭവം എന്നാണെന്നറിയോ? മറ്റുള്ളവർ കാണാത്തത് നമ്മൾ കാണും. അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. അത് കാണാൻ വേണ്ടിയിട്ടാണ് കർത്താവിൻ്റെ വെളിച്ചം നമ്മൾ നിറയേണ്ടത്. ലൂക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായം 10-ാം വാക്യം. ഞാൻ ഈ മൈക്കിലൂടെ തന്നെ അത് പറയുന്നത് എന്നാന്ന് വെച്ചാൽ, റെക്കോർഡ് ചെയ്യുമ്പോൾ നിങ്ങൾ പറയുന്നത് കേൾക്കുന്നില്ല. കഴിഞ്ഞ തവണ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ ഈ പറയുന്നവർക്കും കൂടി മൈക്ക് കൊടുക്കണം അല്ലേ? ഞാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു, പക്ഷെ അത് മാത്രമേ വന്നത്. പ്രൈസ് ദി ലോർഡ്. ഒരു ശബ്ദത്തിൽ അവനൊരു പള്ളിയിൽ ഉപദേശിച്ചു കൊണ്ടിരുന്നു. അവിടെ 18 സംവത്സരമായി ഒരു രോഗാത്മാവ് ബാധിച്ചിട്ട് ഒട്ടും നിവരുവാൻ കഴിയാതെ കൂനിയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. സ്ത്രീയെ അഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് അവളുടെ മേൽ കൈവച്ചു. അപ്പോൾ തൊട്ട് മുമ്പ് 11-ാമത്തെ വാക്യം ഒന്നുകൂടെ വായിച്ച്, 11 വായിക്കണ്ട. അവിടെ 18 സംവത്സരമായി ഒരു രോഗാത്മാവ് ബാധിച്ചിട്ട് ഒട്ടും നിവരുവാൻ കഴിയാതെ കൂനിയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അപ്പോൾ ഒട്ടും നിവരാൻ പറ്റാതെ 18 വർഷമായിട്ട് ഒരു സ്ത്രീ അവിടെ ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. എല്ലാവരും വിചാരിച്ച എന്താ? 18 വർഷമായിട്ട് അവളുടെ നട്ടലിന് പ്രശ്നമാണ്. ഇവിടെ രോഗാത്മാവെന്ന് സുവിശേഷകൻ പറഞ്ഞിരിക്കുന്ന. അപ്പം ഞാൻ പറയാം, ഇത് രോഗാത്മാവായിട്ടല്ല അവിടെ ഉള്ളവർ കണ്ടത്, അതൊരു രോഗമായിട്ടാണ് അവർ കണ്ടത്. 18 വർഷവും ഈ രോഗം ബാധിച്ച് നടുവിന് ഡിസ്ക് കംപ്ലൈൻറ്റ്, എന്തെല്ലാം പറയാം, ഡിസ്ക് കംപ്ലൈൻറ്റോ ഡിസ്ക് പ്രൊലാപ്സോ പിന്നെ എന്നാ ഡിസ്ക് ബൾജിങ്ങോ എന്തു അങ്ങനെയൊക്കെ പല കാര്യങ്ങളുണ്ട്. എല്ലാം പറഞ്ഞ് ഈ പറയുന്ന സ്ത്രീക്ക് കൂനി പിടിച്ച് മാത്രമേ നടക്കുകയുള്ളൂ. അപ്പോൾ അടുത്ത വാക്യം 12-ാമത്തെ വാക്യം എന്താണ്? യേശു കണ്ടിട്ട് പറയുകയാണ്, നിന്റെ രോഗബന്ധനം യേശു നടുവിനെ തൊട്ട് സൗഖ്യമാക്കിയില്ല, യേശു രോഗബന്ധനത്തെ അഴിക്കുകയാണ് ചെയ്തത്.
പണ്ടൊരു സുവിശേഷം പറഞ്ഞ ഞാൻ കേട്ടിട്ടുണ്ട്. പിശാച് അവളുടെ കഴുത്തിനെ ഒരു കുടുക്കിട്ടിട്ട് കാലയിലേക്ക് കെട്ടിവെച്ചേക്കുക, നിവരാൻ പറ്റത്തില്ല. അതാണ് കൂര്. എല്ലാവരും വിചാരിച്ചോണ്ട് ഇങ്ങനെ നടുവിന് കുഴപ്പമുള്ളതാണോ. എല്ലാവരും കണ്ടത് ഇതാ, നടു ഇങ്ങനെ നടക്കുന്നത്. പക്ഷെ കർത്താവ് നോക്കി കഴിഞ്ഞപ്പോൾ ഇവിടുന്ന് ഒരു കുടുക്ക് കുടുക്കിയിട്ട് കാലയിലേക്ക് കെട്ടിവെച്ചേക്കുക. ഇങ്ങനെ നടക്കാൻ പറ്റത്തുള്ളൂ, കാരണം ഇതിങ്ങനെ കിടക്കുമല്ലേ. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, ഈ കെട്ട് ഞാനങ്ങ് അഴിച്ചു കളഞ്ഞു. കർത്താവ് അങ്ങ് അഴിച്ചു കളഞ്ഞു. കർത്താവ് രോഗം സൗഖ്യമാക്കുകയല്ല ചെയ്തത്, കർത്താവ് കെട്ടഴിക്കുക ചെയ്തു. പ്രൈസ് ദി ലോർഡ്. അടുത്ത വാക്യം, അവൾ ക്ഷണത്തിൽ നിവർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി. നിന്റെ നട്ടെല്ല് സൗഖ്യമാകട്ടെ, കശേരുക്കൾ നേരെയാകട്ടെ, ഒന്നും പറഞ്ഞില്ല. കെട്ടം കഴിയട്ടെ, നിന്നെ കെട്ടിവെച്ചേക്കോ, ഈ കെട്ടം കഴിയട്ടെ എന്ന് പറഞ്ഞു. അടുത്ത വാക്യം, അവൾ ക്ഷണത്തിൽ നിവർന്നു. യേശു ശബ്ബത്തിൽ സൗഖ്യമാക്കിയതുകൊണ്ട് പള്ളിപ്രമാണി നീരസപ്പെട്ട് പുരുഷാരത്തോട് വേല ചെയ്യാൻ 6 ദിവസമുണ്ടല്ലോ, അതിനകം വന്ന് കെട്ടഴിച്ചോളാനല്ല പറഞ്ഞത്. ഇവിടെ ശ്രദ്ധി, അതിനകം വന്ന് നീ കെട്ടഴിച്ചോളാനല്ല പറഞ്ഞത്. ഈ ബാക്കിയുള്ള ദിവസം വന്ന് കെട്ടഴിക്കാനല്ല പറഞ്ഞത്. ഇതാണ് ഞാൻ പറഞ്ഞത്, 6 ദിവസമുണ്ടല്ലോ, അതിനെങ്കിലും വന്ന് സൗഖ്യം വരുത്തിച്ചോളൂ. കർത്താവ് സൗഖ്യം വരുത്തിച്ചൊന്നുമില്ല, കർത്താവ് കെട്ടഴിച്ചു മാത്രമേ ഉള്ളൂ. ഈ ശബ്ബത്തൊന്നും അല്ലെന്ന വിഷയം, ഇതല്ല വിഷയം. ഞാൻ പറഞ്ഞ വിഷയം ഇതാണ്. ഈ 6 ദിവസവും വന്ന് ചെയ്യുക, അതിനകം വന്ന് സൗഖ്യം വരുത്തിച്ചോളൂ. ഈ 6 ദിവസം വന്ന് ഈ നടുവിന് കൈവച്ചിട്ട് സൗഖ്യമാകട്ടെ സൗഖ്യമാകട്ടെ എന്ന് പറഞ്ഞോ എന്നാണ് അവർ പറഞ്ഞത്. പക്ഷെ അങ്ങനെയല്ല കർത്താവ് ചെയ്തത്. കർത്താവ്, ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? അവര് കണ്ടത് രോഗമാണ്, കർത്താവ് കണ്ടത് കെട്ടാണ്. ബന്ധനം അഴിച്ചു. ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ കാണുന്നത് രോഗമാണ് ഈ സ്ത്രീയുടെ മേൽ, പക്ഷെ കർത്താവ് കണ്ടത് അവളുടെ മേൽ ഒരു കെട്ടുള്ളതാണ്. സോ പ്രകാശം നിറഞ്ഞുകൊണ്ടിരുന്നാൽ, പ്രകാശത്തിന് ഞാൻ അതുകൊണ്ട് ഇന്നലെ എനിക്ക് പെട്ടെന്നൊരു ചിന്തയുണ്ടായി. ഞാൻ ഇങ്ങനെ ഗൂഗിളിൽ സെർച്ച് ചെയ്തു, എക്സ്റേ ഒരു ലൈറ്റാണോ? അപ്പോൾ അവർ പറഞ്ഞു, എക്സ്റേ ഈസ് എ ഫോം ഓഫ് ലൈറ്റ്. എക്സ്റേ എന്ന് പറയുന്നത് ഒരു ലൈറ്റിൻ്റെ ഒരു ഫോമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതും ഒരു ലൈറ്റാണ് എക്സ്റേ. സോ ഞാൻ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എക്സ്റേയിൽ എൻ്റെ ഈ തൊലിയും ഒന്നുമല്ല കാണുന്നത്, എൻ്റെ അസ്ഥിയാണ്. ഞാൻ ഇങ്ങനെ കൈ വെച്ച് കഴിഞ്ഞാൽ, എക്സ്റേക്ക് എൻ്റെ കൈ എടുത്തു കഴിഞ്ഞാൽ ഇതൊക്കെയാണ്, അസ്ഥികളാണ് അതിനകത്ത് ശരിക്കും കാണുന്നത്, ഉള്ളിലുള്ള കാര്യങ്ങളെ കാണുന്നത്. ഇറ്റ്സ് എ റേ, ഇതൊരു ഒരു പ്രകാശ കിരണമാണ്. ഇറ്റ്സ് എ ഫോം ഓഫ് ലൈറ്റ്. ലൈറ്റിന് പല ഫോമുള്ളവർ, ഇതൊരു ഫോമാണ്. അപ്പൊ ഈ പുറത്തിരിക്കുന്നതല്ല ഈ ലൈറ്റ് കാണുന്നത്, ഇതിൻ്റെ അകത്തിരിക്കുന്നതാണ്. യേശു നോക്കുമ്പോൾ പുറത്തുള്ള രോഗമല്ല കാണുന്നത്, അകത്തിരിക്കുന്ന കെട്ടാണ് കാണുന്നത്. സോ പ്രകാശം വന്ന് നിറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയും ഇന്നൊക്കെയാണെന്ന് പറയും, പക്ഷെ നിങ്ങൾ പറയും അതല്ല ഇതാന്ന് പറയും. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് കണ്ണ് സൂക്ഷിച്ചോളണം, അതാണ് വിളക്ക്. അതിൽ പ്രകാശം കുറഞ്ഞു പോകരുത്. അതിൻ്റെ പ്രകാശം കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ ഇരുട്ടത്ത് നടക്കുന്നവരാ. ഇരുട്ടത്ത് നടക്കുന്നവർ പറയുന്നത് പോലെ അല്ല നമ്മൾ ചെയ്യേണ്ടത്. അവിടെയുള്ളവർ പറഞ്ഞത് സൗഖ്യം വരുത്താൻ അവർക്ക് രോഗമായിരുന്നു എന്നാണ് പറഞ്ഞത്. കർത്താവ് പറഞ്ഞത് എന്നാന്നറിയോ? അടുത്ത കർത്താവ് ഉത്തരം പറയുന്നുണ്ട് തന്നെ. അടുത്ത വാക്യം, കപടഭക്തിക്കാരെ, നിങ്ങളിൽ ഓരോരുത്തരും ശബ്ദത്തിൽ തന്റെ കാളയോ കഴുതിയോ തൊട്ടിൽ നിന്ന് അഴിച്ചുകൊണ്ട് പോയി വെള്ളം കുടിപ്പിക്കുന്നില്ലേ? അടുത്ത് അപ്പൊ അതായത് ശബ്ബത്ത് നാളിൽ ഞാൻ ഇവൾക്ക് രോഗസൗഖ്യം വരുത്തി കൊടുക്കേണ്ടതല്ലയോ എന്നല്ല, ശബ്ബത്ത് നാളിൽ ഞാൻ ഇവളുടെ കെട്ട അഴിക്കുകയാണ് ചെയ്തത്. രോഗമാണെന്ന് പറയുന്നത് കർത്താവ് പറയുന്നു അത് ബന്ധനമാണെന്ന്. കർത്താവിൻ്റെ കണ്ണുകളിലൂടെ കർത്താവിനെ അത് കാണാൻ കഴിഞ്ഞു. കർത്താവിൻ്റെ ലൈറ്റിൽ, കർത്താവിൻ്റെ ആ പ്രകാശം, കർത്താവിൻ്റെ കണ്ണിൽ നിന്നുള്ള പ്രകാശം എന്നാണെന്നറിയോ? അതിനെ മനസ്സിലാക്കിയെടുത്തു. ഈ ലൈറ്റിൽ ജീവിക്കാനാണ് കർത്താവ് നമ്മളോട് പറഞ്ഞത്. മറ്റുള്ളവരൊരു പ്രശ്നത്തെ കാണുന്നത് അത് സമ്പത്തില്ലാത്തതുകൊണ്ടാണ്.
അല്ലെങ്കിൽ അത് നമുക്ക് വരുമാനം കുറഞ്ഞു പോയതുകൊണ്ടാണ്, അല്ലെങ്കിൽ അത് നമുക്ക് വരുന്നത് നമുക്ക് ആരോഗ്യമില്ലാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ അത് നമുക്ക് വരുന്നത് വിദ്യാഭ്യാസം ഇല്ലാത്തത് കൊണ്ടാണ്. അതങ്ങനെ പലരും പലതും പറഞ്ഞോട്ടെ, പക്ഷെ യഥാർത്ഥത്തിൽ കർത്താവിൻ്റെ ലൈറ്റിൽ കാണണം. ജീവിതത്തിൽ പ്രശ്നത്തിനുള്ള പരിഹാരം ഇന്നത് കൊണ്ടാണ്, ഇന്നത് വന്നാലേ ഉണ്ടാവുള്ളൂ എന്ന് പലരും പറയുമ്പോൾ കർത്താവിൻ്റെ വെളിച്ചത്തിൻ്റെ വ്യത്യാസം, ദ റിയൽ തിങ്, യഥാർത്ഥ സംഗതി കർത്താവ് നമുക്ക് വെളിപ്പെടുത്തി തരും. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളുടെ ഉള്ളിൽ മനസ്സിലാവുന്നുണ്ടോ? അത് വയലറ്റ് ലൈറ്റ് വെച്ചുകൊണ്ട് അടുപ്പിച്ച് ഈ ഷർട്ടിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഇത് കറുപ്പായിട്ട് തോന്നും, പക്ഷെ യഥാർത്ഥ വെളിച്ചം ഇതിനകത്തേക്ക് അടിക്കുമ്പോഴാണ് ഇതിൻ്റെ ഈ കളർ എന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ലോകത്തിന് യഥാർത്ഥ വെളിച്ചം അടുപ്പിക്കാൻ സാധ്യമല്ല. ഞാനാണ് ലോകത്തിൻ്റെ വെളിച്ചം, അതാ കർത്താവ് പറഞ്ഞത്. ഐ ആം ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. യഥാർത്ഥ വെളിച്ചം അതിനകത്തേക്ക് അടിക്കുമ്പോഴാണ് കാര്യം എന്താണെന്ന് മനസ്സിലാവുന്നത്. ഞാനൊരു കാര്യം കൂടി പറയട്ടെ. ഞാൻ ഇത് പ്രിപ്പയർ ചെയ്തുകൊണ്ട് പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്നത്, എക്സ്റേ ഈസ് ദ ഫോം ഓഫ് ലൈറ്റ് എന്ന് പറഞ്ഞപ്പോൾ, ഞാൻ പഠിച്ച സ്കൂളിലാണെന്ന് എനിക്ക് തോന്നുന്നു, അതോ പഴയ വീട്ടിലാണ്, ഈ ഭിത്തിയിൽ ചിലപ്പോൾ ചില തുളകളൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നത് ഈ ഓടിലാണോ അതോ ഓലയിലാണോ, ഈ ഒരു ലൈറ്റ് ഇങ്ങനെ, നിങ്ങളൊക്കെ പണ്ടൊക്കെ കണ്ടിട്ടുണ്ടാവും, ഇങ്ങനെ ഒരു ലൈറ്റ് ഇങ്ങനെ ഒരു ബീം ഇങ്ങനെ വന്ന് നിൽക്കണേ. ജോഷ് കണ്ടിട്ടുണ്ടോ? ഞങ്ങളുടെ കാലത്തൊക്കെ ഉണ്ടാവും. സിനിമയിലല്ല, അങ്ങനെയല്ല. ഗ്ലാസ് തന്നെയല്ല, അതായത് ഒരു ചെറിയൊരു ഓട്ട ഉണ്ടാവും. ആ ഓട്ടയിലൂടെ ഇപ്പൊ ആ ഓട്ടയിലൂടെ മാത്രം സൂര്യപ്രകാശം എങ്ങനെ വന്നത് കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ടോ? എത്ര പേര് കണ്ടിട്ടുണ്ട്? ജോർജേട്ടൻ കണ്ടിട്ടില്ലേ? ഇങ്ങനെ ഇങ്ങനെ ഒരു ലൈറ്റിന്റെ ഒരു റൂമിൽ ഇങ്ങനെ പൊട്ടിയ ഓട് തന്നെ വേണമെന്നില്ല. എനിക്ക് തോന്നുന്നത് ചില ഇതുപോലെയുള്ള ചെറിയ സുഷിരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഉണ്ടല്ലോ, ഇത്തിരി പൊക്കമുള്ളതാണെങ്കിൽ അതിലൂടെ സൺലൈറ്റ് ഇങ്ങനെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇല്ലേ? അങ്ങനെ കണ്ടിട്ടില്ലേ? ആ ലൈറ്റിൽ എന്താ പ്രത്യേകത? ആ ലൈറ്റിൽ എന്തൊക്കെ കാണാൻ പറ്റും? യെസ്, പൊടി കാണാം. ആരാ പറഞ്ഞേ? അത് തന്നെ ഞാൻ പറഞ്ഞത്. അത് ആ ലൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ പൊടി കിടന്ന് തിളങ്ങുക, അല്ലേ? ഇങ്ങനെ തിളങ്ങിക്കൊണ്ടേയിരിക്കും, പൊടികൾ ഇങ്ങനെ തിളങ്ങിക്കൊണ്ടേയിരിക്കും. പക്ഷെ അപ്പുറത്ത് പൊടി ഇല്ലാഞ്ഞിട്ടാണോ? അതായത് ആ ബീമിൽ ഇങ്ങനെ ഈ ലൈറ്റ് അടിക്കുമ്പോൾ ഈയമ്പാറ്റകൾ വന്ന പോലെ ഈ ബീം അടിക്കുമ്പോൾ ഈ പൊടി മുഴുവൻ അവിടെ വരുന്നതാണോ? യെസ്, വെളിച്ചമുള്ളത് കൊണ്ട് കാണുന്നു. അപ്പറേ ഉണ്ട് ഈ സാധനം. വെളിച്ചം ഉണ്ടെങ്കിൽ കാണാൻ പറ്റും. അത് വെളിച്ചം കിട്ടിയവന് മാത്രമേ കാണാൻ പറ്റൂ, അതാ വ്യത്യാസം. മറ്റേ പറഞ്ഞു, ഇതിനകത്ത് പൊടിയുണ്ടോ ബ്രദറെ? ഇവിടെ പൊടിയില്ലല്ലോ. പക്ഷെ ഒരു ബീം ഓഫ് ലൈറ്റ് വന്നു കഴിഞ്ഞാൽ ഈ പൊട്ടിയ പോലെ മേഞ്ഞ സ്കൂളിൽ പഠിച്ച പിള്ളേർക്കും ഈ അനുഭവം ഉണ്ടാവും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഏതായാലും നമ്മൾ ഉദ്ദേശിച്ചത് തന്നെയാണ്. സംഭവം ഇങ്ങനെ ഈ ബീം വന്നു കഴിയുമ്പോൾ അതിനകത്ത് പൊടി ഇങ്ങനെ കിടന്ന് ഡാൻസ് ചെയ്യും. അപ്പോൾ നമ്മൾ അതിനകത്തേക്ക് അടുക്കാതെ നടന്നിട്ടൊന്നും കാര്യമില്ല. എല്ലായിടത്തും ഈ സംഭവമുണ്ട്. ആ ബീം ഉണ്ടെങ്കിൽ, ആ ലൈറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ആ പൊടിയെ കാണാൻ പറ്റത്തുള്ളൂ. നമ്മുടെ കണ്ണ് കർത്താവിൻ്റെ വെളിച്ചമുള്ളതായിരിക്കും. കർത്താവിൻ്റെ വെളിച്ചം ഉണ്ടെങ്കിൽ ആ പൊടി കാണാൻ പറ്റും. കർത്താവിൻ്റെ വെളിച്ചം ഇല്ലെങ്കിൽ, അമ്മച്ചി എന്നാ പറഞ്ഞേ? ഇതൊന്നുമല്ല, വേറെയാ. അപ്പൊ കർത്താവിൻ്റെ വെളിച്ചം ഇല്ലെങ്കിൽ ഈ പൊടി കാണാൻ പറ്റത്തില്ല. അപ്പൊ യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ ഈ വെളിച്ചം വരണം. ഹല്ലേലൂയ. പക്ഷെ ഈ വെളിച്ചം എന്താണ്? ഈ വെളിച്ചം കർത്താവാണ്. ഈ വെളിച്ചം കർത്താവാണ്. അപ്പൊ കർത്താവിൽ കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മാത്രമേ യഥാർത്ഥ പിക്ചർ നമുക്ക് കിട്ടുള്ളൂ. സാമ്പത്തിക പ്രയാസത്തിന്റെ യഥാർത്ഥ പിക്ചർ കിട്ടണമെന്നുണ്ടെങ്കിൽ, ശാരീരിക വിഷമതകളുടെ യഥാർത്ഥ പിക്ചർ കയ്യിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ, രോഗത്തിന്റെ യഥാർത്ഥ പിക്ചർ കയ്യിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ, പ്രതിസന്ധികളുടെ യഥാർത്ഥ സംഗതി കയ്യിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ
കർത്താവിൻ്റെ വെളിച്ചം വേണം. ഈ ലോകത്ത് എന്തുകൊണ്ട് ഇന്ന കാര്യങ്ങൾ നടക്കുന്നു എന്ന് തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ ദ ലൈറ്റ് എന്ന് പറയുന്നത് ഞാനാണ്. ബാക്കിയെല്ലാം ഫേക്കാണ്. പറയണ മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ഈ ഫേക്ക് ലൈറ്റിൽ ആശ്രയിച്ചുകൊണ്ട് നടക്കുന്നത്. ഫേക്ക് ലൈറ്റിൽ ആശ്രയിച്ചുകൊണ്ട് കിടന്നു കഴിഞ്ഞാൽ ആ ലൈറ്റിലുള്ളത് മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. യഥാർത്ഥ വെളിച്ചം കടന്നു വരുമ്പോൾ ആ വെളിച്ചത്തിലൂടെ ആ വിഷയത്തെ നോക്കുമ്പോൾ യഥാർത്ഥത്തിലുള്ള വിഷയം നമുക്ക് തിരിച്ചറിയാൻ പറ്റും. വെരി സിമ്പിളാ. കർത്താവ് അഴിച്ചു പോലെ അങ്ങ് അഴിച്ചു കളഞ്ഞാൽ മതി. കോലഞ്ചേരി പോയി ഓപ്പറേഷൻ നടത്തണ്ട, 2 മാസം കിടപ്പ് കിടക്കണ്ട, ചെലവുകളില്ല. വളരെ സിമ്പിളാ. കെട്ടൊന്ന് അഴിച്ചു കളഞ്ഞാൽ മതി. ക്ഷണത്തിൽ അവൾ നിറന്നത് ദൈവത്തെ മഹത്വപ്പെടുത്തി. കോലഞ്ചേരി പോയി കഴിഞ്ഞാൽ ഓപ്പറേഷൻ നടത്തിയാലൊന്നും ഇങ്ങനെ ക്ഷണത്തിലൊന്നും നിറന്ന് ഇങ്ങനെ ദൈവത്തെ മഹത്വപ്പെടുത്തൊന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഓ ജീസസ്. മത്തായി എഴുതിയ സുവിശേഷം മത്തായി എഴുതിയ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം. 16-ാമത്തെ 16. അതെ. ഓക്കെ. അപ്പം യേശു ഫിലിപ്പിൻ്റെ കൈസരിയയിലൂടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ, അതിൻ്റെ പ്രദേശത്തോടെ പോയി കഴിഞ്ഞപ്പോൾ കർത്താവ് ശിഷ്യന്മാരോട് ചോദിക്കുകയാണ്, ആളുകൾ എന്നെക്കുറിച്ച് എന്താണ് പറയുന്നത്? ആളുകൾ എന്നെക്കുറിച്ച് എന്ത് പറയുന്നു? അവർക്ക് കുറച്ച് കാഴ്ചപ്പാടും കുറച്ച് ദർശനങ്ങളൊക്കെ ഉണ്ട്. അപ്പം ആളുകൾക്ക് പഴയ നിയമത്തിലെ കുറേ കാര്യങ്ങളും അറിയാം. മിശിഹ വരുമെന്നറിയാം, പ്രവാചകന്മാരുണ്ടെന്നറിയാം, അഭിഷിക്തന്മാരുണ്ടെന്നറിയാം, ഇതൊക്കെ ഉണ്ടെന്ന് അവർക്കും അറിയാം. ആ കിട്ടിയ ലൈറ്റ് വെച്ചിട്ട് അവർ പറഞ്ഞ എന്തൊക്കെയാണ്? ചിലർ യോഹന്നാൻ സ്നാപകൻ എന്ന് പറയുന്നു. അവർക്ക് കിട്ടിയ ലൈറ്റ് വെച്ചിട്ട് അവർ പറഞ്ഞു അത് യോഹന്നാൻ സ്നാപകനാണ്. ചിലർ ഏലിയാവെന്ന് പറഞ്ഞു, ചിലർ യിരെമ്യാവെന്ന് പറയുന്നു, ചിലർ പറയുന്നു പ്രവാചകന്മാരിൽ ഒരുത്തനാന്ന് പറയുന്നു. അതായത് കുരുടന്മാർ പണ്ട് ആനയെ കാണാൻ പോയി എന്ന് പറഞ്ഞ പോലെയുണ്ട്. യിരെമ്യാവിൻ്റെ കുറേ കാര്യങ്ങളും കർത്താവിനുണ്ട്, യെശയ്യാവിൻ്റെ കാര്യങ്ങളും കർത്താവിനുണ്ട്, സ്നാപക യോഹന്നാൻ്റെ കാര്യങ്ങൾ ഇതെല്ലാം ഉണ്ട്. പക്ഷേ ഇതൊന്നുമല്ല കർത്താവ്. അപ്പം ഇതൊക്കെയാണ് കർത്താവ് എന്ന് പറയുക. കാരണം കുരുടന്മാർ പോയി തപ്പി നോക്കി കഴിഞ്ഞപ്പോൾ ഇതൊക്കെയാണ് കർത്താവ് എന്ന് പറഞ്ഞു. റൈറ്റ്. അപ്പോൾ നമ്മൾ വായിക്കുന്നതാണ് 16. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു. അത് ഉയരത്തിൽ നിന്നുള്ള ലൈറ്റ് കിട്ടിയത് കൊണ്ടാണ് അവനത് പറയാൻ പറ്റിയത്. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. അപ്പൊ യേശു പറഞ്ഞത് നിനക്ക് സ്വന്തമായിട്ട് നീ പ്രാപിച്ച എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ടല്ല നിനക്കിത് പറയാനായിട്ട് പറ്റിയത്. ബിക്കോസ് സ്വർഗം തുറന്ന് ആ ലൈറ്റ് നിന്റെ മേൽ വന്നു കഴിഞ്ഞപ്പോൾ ആ ലൈറ്റിൽ നീ കണ്ടു. പ്രൈസ് ദി ലോർഡ്. ജീസസ് ഈസ് എ സൺ ഓഫ് ഗോഡ്. ഹി ഈസ് ക്രൈസ്റ്റ്. യേശു ക്രിസ്തുവാണ് ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനാണെന്ന് ശീമോൻ പറഞ്ഞത് അവൻ സ്വന്തമായിട്ട് പ്രാപിച്ചെടുത്ത ഒരു വെളിച്ചം കൊണ്ടല്ല, പിന്നെയോ സ്വർഗത്തിൽ നിന്നും ലഭിച്ച വെളിച്ചം കൊണ്ടാണ് അത് പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. അപ്പം ഞാൻ പറഞ്ഞു വന്ന ഇത്രയേ ഉള്ളൂ. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പല കാര്യങ്ങളും അറിയാം, പല കാര്യങ്ങളെക്കുറിച്ച് പലതും അറിയാം. യഥാർത്ഥത്തിൽ അതെന്താണെന്ന് ഈ പത്രോസിന് ലഭിച്ച പോലെ ദർശനം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈറ്റ് കൊണ്ട് നടന്നാൽ പോരാ. നമ്മുടെ ലൈറ്റ് കൊണ്ട് നമ്മുടെ ടോർച്ചും വെച്ച് അടിച്ചുകൊണ്ട് നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കത്തില്ല. യഥാർത്ഥ സംഭവം എന്താണെന്ന് തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ ലോകത്തിൻ്റെ പ്രകാശം വേണം. കർത്താവ് പറഞ്ഞാൽ ഞാൻ സ്വർഗത്തിൽ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന വിളക്കാണെന്നല്ല. കർത്താവ് പറഞ്ഞത് ഞാൻ സ്വർഗത്തിൽ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിളക്ക് അവിടെ വരുമ്പോൾ നിങ്ങളെല്ലാം വെളുപ്പിക്കാന്നല്ല പറഞ്ഞത്. നിങ്ങൾ ഈ ലോകത്തിൽ കാര്യം കാണേണ്ടതുപോലെ കാണണമെന്നുണ്ടെങ്കിൽ ഞാനാകുന്ന വിളക്കിലൂടെ കണ്ടോളാനാണ് പറഞ്ഞത്.
പ്രൈസ് ദി ലോർഡ്. അപ്പൊ ലോകത്തിന്റെ വെളിച്ചമാണ് കർത്താവ്. ഈ ലോകത്തിന്റെ വെളിച്ചമാണ് കർത്താവ്. ഈ ലോകത്തിൽ വേറെ കുറെ വെളിച്ചങ്ങളുണ്ട്. ആ വെളിച്ചങ്ങളുടെ ഫേക്ക് വെളിച്ചങ്ങളുടെ കൂടെ പോയി കഴിഞ്ഞാൽ ആ ഫേക്ക് ആയിട്ടുള്ള വസ്തുതകൾ നമ്മുടെ മുമ്പിൽ വെളിപ്പെടും. റിയൽ ആയിട്ടുള്ള സംഭവം അറിയണമെന്നുണ്ടെങ്കിൽ റിയൽ ലൈറ്റിൽ നമ്മൾ ജീവിക്കണം. സോ കർത്താവിൽ അത് വെളിപ്പെട്ട് വരണം. കർത്താവിൽ നമ്മുടെ ജീവിതങ്ങൾ വെളിപ്പെട്ട് വരണം. കർത്താവിൽ നമ്മുടെ മുമ്പിലുള്ള കാര്യങ്ങൾ ഓരോന്ന് വെളിപ്പെട്ട് വരണം. അത് വെളിപ്പെട്ട് വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഇന്നതാണെന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് കഴിയുള്ളൂ. ജീവിതത്തിലെ പ്രതിസന്ധികൾ എന്താണെന്ന് തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ കർത്താവിൽ അത് തിരിച്ചറിയണം. ജീവിതത്തിലെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ കർത്താവിൽ അത് തിരിച്ചറിയണം. ഹല്ലേലൂയ. ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന വെളിച്ചം, സത്യ വെളിച്ചം ലോകത്തിൽ വന്നുകൊണ്ടേയിരുന്നു. അത് അന്നും വന്നു, ഇന്നും വരും, ഇന്നും ഉണ്ട്. ഹല്ലേലൂയ. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം, എഫെസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിന് 18-ാമത്തെ വാക്യം, 1:18. അത് നിങ്ങളുടെ ഹൃദയദൃഷ്ടി മുതൽ നോക്കിക്കോ. നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇവിടെ എഫെസ്യർക്ക് എഴുതിയ ആ ലേഖനത്തിലുള്ള പ്രാർത്ഥന എന്താണെന്നറിയോ? നിങ്ങളുടെ ഹൃദയദൃഷ്ടി ഒന്ന് പ്രകാശിക്കണം. നിങ്ങളുടെ കണ്ണുകളിലേക്ക് പ്രകാശം കടന്നു വരണം. ആരുടെ കണ്ണിലേക്ക്? സഭയിലുള്ളവരുടെ, സഭയുടെ കണ്ണിൽ പ്രകാശം വരണം. സഭയുടെ കണ്ണിൽ പ്രകാശം വന്നു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. കണ്ണിലേക്ക് പ്രകാശം വന്നു കഴിഞ്ഞാൽ ദൈവത്തിന് നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ശക്തിയുടെ വലിപ്പം അറിയാൻ പറ്റും. ദൈവം എന്താണ് നമുക്ക് വേണ്ടി വെച്ചിട്ടുള്ളത്, മഹിമാധനം എന്നതാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അവിടെ വേദപുസ്തകം ഉണ്ടായിരുന്നെന്നേ, എന്നിട്ട് ഈ സാധുക്യന്മാർ വായിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായില്ല പുനരുദ്ധാനം ഉണ്ടാകുമെന്ന്. ഇവിടെ വേദപുസ്തകം ഉണ്ട്, അത് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകില്ല ദൈവത്തിന്റെ ശക്തി എന്തുമാത്രം ഉണ്ടെന്ന്. അതിന് വെളിച്ചം വേണം. അത് ക്രിസ്തുവിൽ നമ്മൾ വായിക്കണം. അത് ക്രിസ്തുവിൽ നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ ജഡരക്തങ്ങൾ, ശീമോനെ നിന്റെ ജഡരക്തങ്ങൾ കൊണ്ട് വായിച്ചു കഴിഞ്ഞാലല്ല, സ്വർഗത്തിലുള്ള ദൈവം വെളിപ്പെടുത്തി തരുമ്പോഴാണ് ഇത് മനസ്സിലാകുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ സഭ മനസ്സിലാക്കുക, വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം കണ്ടെത്തേണ്ടതിന് നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കണം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അതിന്റെ മുമ്പ് എന്താണ്? വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്ന്, അവന്റെ ബലത്തിന്റെ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന്. ഇനി അവന്റെ ഒന്നാമത്തെ കാര്യം, അവന്റെ നമ്മളെ വിളിച്ച ദൈവത്തിന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന്, എന്തിനാ വിളിച്ചതെന്ന് തിരിച്ചറിയേണ്ടതിന്, എന്താ ചെയ്യേണ്ടതെന്ന് തിരിച്ചറിയേണ്ടതിന്, അതിന് ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ടേ പറ്റൂ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ എന്തിനു വേണ്ടി വിളിച്ചു? ഇതിങ്ങനെയൊക്കെ അങ്ങ് പോവുക ബ്രദറെ. അല്ല, എന്തിനു വേണ്ടി വിളിച്ചു? ആ വിളിച്ച അബ്രഹാമും ഇസ്ഹാക്കും യാക്കോബും ഒക്കെ ഉണ്ട്. അതുപോലെ ഒരു മഹിമാധനം, പൈതൃകം നമുക്കുണ്ട്. നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന ഒരു ദൈവത്തിന്റെ ശക്തിയുണ്ട്. അത് കാണണമെങ്കിൽ ഹൃദയദൃഷ്ടി പ്രകാശിച്ചേ പറ്റൂ. ഇത് ആരോടാ പറയുന്നത്? പുറത്തുള്ള ആളുകളോടല്ല, സഭയിലുള്ള ആളുകളോടാ പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് സാധുക്യര് വിശ്വസിച്ചുകൊണ്ടിരുന്ന പുനരുദ്ധാനം ഇല്ലാന്നാ. പ്രൈസ് ദി ലോർഡ്. അത് പറ്റത്തില്ല. നിങ്ങൾ വിളിച്ചിരിക്കുന്ന വിളി എന്നാണെന്ന് നിങ്ങൾ തിരിച്ചറിയണം. ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി വെച്ചിരിക്കുന്ന മഹിമാധനം എന്താണെന്ന് നിങ്ങൾ തിരിച്ചറിയണം. ദൈവം നമുക്ക് വേണ്ടി വ്യാപരിപ്പിക്കുന്ന ദൈവത്തിന്റെ അളവറ്റ ശക്തി എന്താണെന്ന് നിങ്ങൾ തിരിച്ചറിയണം.
2 രാജാക്കന്മാരുടെ പുസ്തകം 6:15 നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. 2 രാജാക്കന്മാരുടെ പുസ്തകം 6:15 എലീശ പ്രാർത്ഥിച്ചു, ബാല്യക്കാരൻ്റെ കണ്ണൊന്ന് തുറക്കണം. എന്താ കാര്യം? ശത്രുവിൻ്റെ രഥങ്ങളും കുതിരകളും എല്ലാം വന്ന് പാളയം വന്ന് ഇങ്ങനെ ചുറ്റിയിരിക്കുക. അവൻ അത് മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. അവൻ ആ കാഴ്ച മാത്രമേ കാണുമ്പോൾ ശത്രുവിൻ്റെ ബലം അവൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നു. ഈ മല ഞാൻ കാണുകയാണ്, ഒരു വലിയ മല. മല മാത്രം ഇങ്ങനെ കാണുകയാണ്. ഇതാ എൻ്റെ മുമ്പിൽ വലിയ മല. പാസ്റ്ററെ പ്രാർത്ഥിക്കൂ, ബ്രദർ പ്രാർത്ഥിക്കൂ, സിസ്റ്റർ പ്രാർത്ഥിക്കൂ. മല മല വലിയ മല വന്ന് നിൽക്കുകയാണ്, എന്ത് ചെയ്യണമെന്നറിയില്ല. ബാല്യക്കാരൻ പറയാണ് വലിയ മല വന്ന് നിൽക്കുകയാണ്. എന്താണ്? ദൈവപുരുഷന്റെ ബാല്യക്കാരൻ രാവിലെ എഴുന്നേറ്റ് പുറത്തിറങ്ങിയപ്പോൾ ഒരു സൈന്യം കുതിരകളും രഥങ്ങളുമായി പട്ടണം വളഞ്ഞിരിക്കുന്നത് കണ്ടു. അയ്യോ യജമാനെ, നാം എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു. അതായത് നമ്മളൊക്കെ പറയണ പോലെ ഒരു പറച്ചില്. അതെ, ഇനി എന്നാ ചെയ്യും? സൈന്യം വളഞ്ഞിരിക്കുക, ഒരു സൈന്യം വളഞ്ഞിരിക്കുക. എന്തൊക്കെയാ? രഥങ്ങളും കുതിരകളുമായിട്ടൊരു സൈന്യം വളഞ്ഞിരിക്കുകയാണ്. അതിനവൻ പേടിക്കണ്ട, നമ്മോട് കൂടെയുള്ളവൻ അവരോട് കൂടെയുള്ളവരെക്കാൾ അധികം. മോനെ, നമ്മുടെ കൂടെ പാർട്ടി ഉണ്ടെന്നേ. ഈ കുതിര രഥത്തിനേക്കാളും വലിയ പാർട്ടി നമ്മുടെ കയ്യിലുണ്ട്. ഹല്ലേലൂയ. ഈ ബാല്യക്കാരൻ എന്തുകൊണ്ട് പേടിച്ചത്? അവൻ കണ്ടത് ഈ കാഴ്ച മാത്രം. എലീശ വേറെ കാഴ്ച കണ്ടു. അപ്പൊ എലീശ എന്ത് പറഞ്ഞു? അല്ല, എലീശ പ്രാർത്ഥിച്ചു. അത് ആ വാക്യം എവിടെ? അവിടെ അത് സ്കിപ്പ് ചെയ്ത് നിൽക്കട്ടെ. ആ വാക്യം എടുത്ത് 17. പിന്നെ എലീശ പ്രാർത്ഥിച്ചു, യഹോവേ, ഇവൻ കാണത്തക്കവണ്ണം ഇവന്റെ കണ്ണ് തുറക്കണമേ എന്ന് പറഞ്ഞു. യഹോവ ബാല്യക്കാരന്റെ കണ്ണ് തുറന്നു. എലീശയുടെ ചുറ്റും അഗ്നിമയമായ കുതിരകളും രഥങ്ങളും കൊണ്ട് മല നിറഞ്ഞിരിക്കുന്നത് അവൻ കണ്ടു. സോ അത് അവിടെ ഇല്ലായിരുന്നു ആദ്യമേ. ഹാഗാറിന് വേണ്ടിയിട്ട് നീരുറവ തുറന്നോ? നീരുറവ അവിടെ ഉണ്ടായിരുന്നു, ഹാഗാർ കണ്ടില്ലായിരുന്നു. ഹാഗാറിന് വേണ്ടി നീരുറവ തുറന്ന ദൈവം നമ്മൾ പറയാറുണ്ട്. പക്ഷെ നീരുറവ അവിടെ ഉണ്ടായിരുന്നു, ഹാഗാർ അപ്പോഴേ കണ്ടുള്ളൂ എന്ന് മാത്രമേ ഉള്ളൂ. അഗ്നിമയമായ കുതിരകളും രഥങ്ങളെല്ലാം എലീശയുടെ ചുറ്റും ഉണ്ടായിരുന്നു. പക്ഷെ ഈ ബാല്യക്കാരൻ കാണാൻ പറ്റില്ല. പക്ഷെ എലീശ കണ്ടു. എലീശയുടെ കണ്ണിന് പ്രകാശം ഉണ്ടായിരുന്നു. എലീശയുടെ കണ്ണിന് പ്രകാശം ഉണ്ടായിരുന്നു. എലീശ കണ്ടു അത്. അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മുടെ കൂടെ ആളുണ്ട്, അത് അവരെക്കാളും കൂടുതലാന്ന് പറഞ്ഞത്. സോ എങ്ങനെയാ ബാല്യക്കാരൻ കണ്ടത്? ബാല്യക്കാരൻ കണ്ടത് എലീശ പ്രാർത്ഥിച്ചത് കൊണ്ടാണ്. ഞാനൊരു കാര്യം പറയാം. ഈ അപ്പോസ്തലനായ പൗലോസ് പ്രാർത്ഥിച്ചത് എന്താണെന്നറിയോ? നമ്മൾ ആദ്യം വായിച്ച വാക്യത്തിൻ്റെ അവസാനം, നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കേണ്ടതിന് അവസാന വാക്യം എന്നാണെന്നറിയോ? ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കാതിരുന്നാൽ കണ്ണു തുറക്കത്തില്ല. പ്രാർത്ഥിക്കാതിരുന്നാൽ കണ്ണു തുറക്കത്തില്ല. ഈ കണ്ണ് തുറന്നു കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ കണ്ണ് തുറക്കണമെന്ന് തന്നെ പ്രാർത്ഥിക്കണം. ബാക്കി കാര്യങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കണ്ണ് തുറക്കണമെന്നില്ല. ഹൃദയദൃഷ്ടി പ്രകാശിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഹൃദയദൃഷ്ടി തുറക്കാൻ നമ്മൾ പ്രാർത്ഥിക്കണം. എലീശ പ്രാർത്ഥിച്ചത് കണ്ണ് തുറന്നു എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അടഞ്ഞിരിക്കുമായിരുന്നോ അയാളുടെ കണ്ണ്? അല്ലല്ലോ. കുരുടനായിരുന്നു? അല്ല. അയാളുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കുന്നതിന് എലീശ പ്രാർത്ഥിച്ചു. അയാളുടെ ഹൃദയദൃഷ്ടി തുറന്നു. ഇത് വെളിപ്പെടുത്തി കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രാർത്ഥിച്ചേ പറ്റൂ. നമ്മൾ പ്രാർത്ഥിക്കാതെ ഈ ഹൃദയദൃഷ്ടി പ്രകാശിക്കില്ല. വെറുതെ നമ്മുടെ പൈസയും അധ്വാനവും ഇതും എല്ലാം വെറുതെ ഇങ്ങനെ ചെലവാക്കാന്ന് മാത്രമേ ഉള്ളൂ. ആ സ്ത്രീ 18 കൊല്ലം വെറുതെ ചെലവാക്കിയത്. അത് രോഗമേ അല്ലായിരുന്നു, അത് വെറും ഒരു ചരടായിരുന്നു, പിശാചിന്റെ ചരട്. വേറൊരു സ്ത്രീ 18 കൊല്ലം നടന്നു.
അവളോടും കർത്താവ് പറഞ്ഞത് നിന്റെ രോഗം ഞാൻ സൗഖ്യമാക്കിയെന്നല്ല, ബാധയൊഴിഞ്ഞ് നീ ഇപ്പോൾ സ്വസ്ഥമായിട്ടിരുന്നോളാം. സോ നമുക്കും കാഴ്ചപ്പാടുകളും ദർശനങ്ങളും വേണം. ഇത് മാത്രം കണ്ടുകൊണ്ട് കിടന്നാൽ പോരാ. ഇവിടെ ഓട്ടോയിട്ട് എടുത്തിട്ട് ഒരു പാസ്റ്ററെ ഇങ്ങനെ ഒരു ലൈറ്റ് ബീം നമുക്ക് വേണം. ഒരു ബീം വേണം. ആ ബീമിന് ചുറ്റും അതിനകത്ത് കറങ്ങുന്ന എന്താണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റണം. പ്രൈസ് ദി ലോർഡ്. ഇവിടെ അപ്പോസ്തലൻ പറഞ്ഞ അത് തന്നെയാ, ഏലീശ പറഞ്ഞ അതുപോലെ തന്നെയാണ് അപ്പോസ്തലൻ പറയുന്നത്. നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നെന്ന് നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. 119 സങ്കീർത്തനം 18 വാക്യം. സങ്കീർത്തനം 18 വാക്യം. അപ്പോൾ ദാവീദ് എഴുതിയ സങ്കീർത്തനം നമുക്ക് എല്ലാവർക്കും അറിയാം. 119 വലിയ സങ്കീർത്തനാണ്. അതിൻ്റെ 18 വാക്യം. അത് തന്നെ ഇപ്പോഴും ഉള്ളത്. അല്ലെങ്കിൽ പുനരുദ്ധാനം ഇല്ലാന്ന് പറയും. നിന്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങൾ കാണേണ്ടതിന് എന്ന് വെച്ചാൽ എനിക്ക് വായിക്കാൻ പറ്റുന്ന എൻ്റെ കണ്ണിന് കാഴ്ചയില്ല കർത്താവ്, അങ്ങനെയല്ല. ഇത് വായിച്ചിട്ട് ഇതിൻ്റെ അത്ഭുതം കാണേണ്ടതിന് എൻ്റെ കണ്ണ് തുറക്കണമേ എന്നാണ് എഴുതി വെച്ചത്. പ്രാർത്ഥിക്കുന്നത് അപ്പോസ്തലനായ പൗലോസ് സഭയോടാണ് പറയുന്നത്, നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പം നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് ഈ പറയുന്ന എക്സ്റേ കാണണമെന്നുണ്ടെങ്കിൽ, ഈ സൈന്യം കാണണമെന്നുണ്ടെങ്കിൽ, ഈ പൊടിപടലം കാണണമെന്നുണ്ടെങ്കിൽ, ഈ കെട്ടുവെച്ചിരിക്കുന്ന കെട്ട് കാണണമെന്നുണ്ടെങ്കിൽ, പിടിച്ചിരിക്കുന്ന ബാധ എന്താണെന്ന് തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രാർത്ഥിച്ചേ തീരൂ. നമ്മുടെ ഹൃദയ ദൃഷ്ടി പ്രകാശിച്ചേ തീരൂ. അങ്ങനെ ഹൃദയദൃഷ്ടി പ്രകാശിക്കുമ്പോൾ ആ ഹൃദയദൃഷ്ടിയിൽ വരുന്ന ലൈറ്റ് ഏതാണ്? യേശു എന്ന ലൈറ്റാണ്. ആ ലൈറ്റ് അടിക്കുമ്പോൾ കൃത്യമായിട്ട് കാണാൻ തുടങ്ങും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ ലൈറ്റ് അടിച്ച് കാഴ്ച പ്രാപിച്ചുള്ള മെച്ചം എന്താണെന്നറിയോ? ഇങ്ങനെ ലൈറ്റ് അടിച്ച് കാഴ്ച പ്രാപിച്ചുള്ള ഒരു മെച്ചം ലൂക്കോസിന്റെ സുവിശേഷം 18:35. ഞാൻ ഒത്തിരി വാക്യം പറയുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു, പക്ഷെ എന്നാലും ലൂക്കോസിന്റെ സുവിശേഷം 18 അതിൻ്റെ 35 വാക്യം. ലൂക്കോസിന്റെ സുവിശേഷം 18 35 വാക്യം. ആരാണ് ഇരുന്നതെന്നറിയോ? കുരുടനാണ് വഴിയരികിൽ ഇരുന്നത്. കർത്താവ് കുരുടന്മാർക്ക് കാഴ്ച കൊടുത്തിട്ടുണ്ട്. അല്ല, ഒരു കുരുടൻ, ഞാനത് നോട്ട് ചെയ്തില്ല. ഒരു കുരുടനുണ്ട്. ഒരു കുരുടൻ പിറവിയിലെ കുരുടനായിരുന്നു, അല്ലേ? ഈ കുരുടനല്ല, ഇദ്ദേഹം അങ്ങനെ ആയിരിക്കാം, പക്ഷെ നമ്മൾ സ്പെസിഫിക് ആയിട്ട് കാണുന്ന ഒരു കുരുടനുണ്ട്, പിറവിയിലെ കുരുടനായിരുന്നു. ഏതാ? യോഹന്നാന്റെ സുവിശേഷത്തിൽ. അപ്പോൾ ആ കുരുടൻ കാഴ്ച പ്രാപിച്ചായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അത് സുശേച്ചി ഒന്ന് എടുത്തു അത്. അപ്പോൾ ഈ ബാക്കി 35 വാക്യം ഒന്ന് എടുത്ത് സുശേച്ചി മറ്റേ യോഹന്നാന്റെ ലേഖനത്തിൽ എടുത്തോട്ടോ. അവൻ യെരിഹോവിനടുത്തപ്പോൾ ഒരു കുരുടൻ ഇരുന്നുകൊണ്ടാണ്. ഇരിക്കുന്നതും ഇരക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇരക്കുന്നതാണ്. ഇരുന്നുകൊണ്ട് വഴിയരികെ ഇരുന്നിരുന്നു. ഓക്കെ, ഇരുന്നുകയും ചെയ്തു, ഇരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ. പുരുഷാരം കടന്നു പോകുന്നത് കേട്ടു. ഇതെന്തെന്ന് അവൻ ചോദിച്ചു. നസ്രായനായ യേശു കടന്നു പോകുന്നതെന്ന് അവർ അവനോട് അറിയിച്ചു. അതായത് ബാക്കി ഞാനൊരു കാര്യം പറയാം. സൗഖ്യം കിട്ടാൻ വേണ്ടി നിലവിളിച്ച് കാറി കൂവേരെ ഒന്നും ഇവിടെ കാണാൻ പറ്റത്തില്ല. കർത്താവ്, നീ തൊട്ട സൗഖ്യമാകും, നിന്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലെങ്കിലും എന്നെ തൊടാൻ അനുവദിക്കണം. അവർ രോഗികളെ ഇവിടെ കൊണ്ടുവരുന്നു. ആരും നിലവിളിച്ച് കൂവി കരഞ്ഞായിട്ടൊന്നുമില്ല. പക്ഷെ കാഴ്ച കിട്ടണമെന്നുണ്ടെങ്കിൽ യേശുവെ ദാവീദ് പുത്രനോട് കരുണ എന്ന് വിളിച്ചു. അടുത്ത വാക്യം. ഇത്രയൊക്കെ മതി. ഈ ദർശനവും കാഴ്ചപ്പാടൊക്കെ മതി. ഉണ്ടെന്നില്ലേ? അത്യാവശ്യം കഞ്ഞിയും വെള്ളമൊക്കെ കുടിച്ച് പോകുന്നില്ലേ? അത് മതി. ഇത്രയും കാഴ്ചപ്പാടൊക്കെ മതി. ഇപ്പം അത്യാവശ്യം ഞായറാഴ്ച പള്ളി പോകുന്നുണ്ട്.
ഒരു കെയർസെല്ലിനും വരുന്നുണ്ട്. ഇടയ്ക്ക് 2-3 മറ്റേ മൊബൈലിൽ ഒരു 5-6 പാട്ടൊക്കെ കേൾക്കുന്നുണ്ട്. ഇത് മതി. മുൻ നടക്കുന്നവർ അവനെ മിണ്ടാതിരിപ്പാൻ ശാസിച്ചു. അവനോ കാഴ്ച പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ നിലവിളിക്കണം, ഏറ്റവും അധികം നിലവിളിക്കണം. അതായത് നിങ്ങൾ കിടന്ന് ഒച്ചമ്പാളം ഉണ്ടാക്കണമെന്നല്ല, അതിയായ ആഗ്രഹം വേണം. അതിയായ ആഗ്രഹം വേണം. എൻ്റെ ആത്മാവ് ദൈവത്തിന് വേണ്ടി വെള്ളത്തിന് വേണ്ടി കാക്ഷിക്കുന്ന മാൻ നീർത്തോടിന് വേണ്ടി കാക്ഷിക്കുന്നത് പോലെ കാഴ്ച കാണുക എന്ന് പറഞ്ഞാൽ നിസ്സാരമല്ല. കാഴ്ച കാണുന്ന അങ്ങനെ ആരൊക്കെ കാഴ്ച കണ്ടിട്ടുണ്ടോ അവരൊക്കെ അതിന് എഫർട്ട് എടുത്തവരാണ്. എഫർട്ട് എടുക്കുക എന്ന് പറഞ്ഞാൽ സ്വന്തമായ കാര്യമല്ല ഞാൻ പറഞ്ഞത്. അതിനുവേണ്ടി അത്രമാത്രം വാഞ്ചിച്ചവരാണ്, അതിനുവേണ്ടി അത്രമാത്രം ആഗ്രഹിച്ചവരാണ്. അത്രമാത്രം ആഗ്രഹിക്കുന്നവരുടെ മേലേക്കാണ് ഈ കാഴ്ച വരുന്നത്. ദാവീദ് പ്രാർത്ഥിച്ചത് അങ്ങനെയാണ്, ദൈവമേ നിന്റെ ഈ വേദപുസ്തകത്തിൽ അടങ്ങിയിരിക്കുന്ന ഈ അത്ഭുതങ്ങളെ കാണേണ്ടത് എൻ്റെ ഹൃദയകണ്ണൊന്ന് പ്രകാശിക്കും, എൻ്റെ കണ്ണുകൾ തുറക്കണം. ബർത്തൽമായി കടന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുക. ബാക്കിയുള്ളവർ കൂടെയുള്ളവർ പറഞ്ഞ എൻ്റെ പൊന്നുമോനെ ഈ കാഴ്ചപ്പാട് പോരെ, ഈ കാഴ്ചപ്പാടിൽ അങ്ങ് ജീവിച്ചു പോയ എന്നാ കുഴപ്പം? അവൻ പറഞ്ഞു ഇത് പോരാ, നിനക്ക് അത്യാവശ്യം ഇറന്ന് കഴിഞ്ഞ് വല്ലതും കിട്ടണില്ല, ഈ നടക്കണ്ടല്ലോ, ഇരിക്കണ്ടല്ലോ, അല്ല നടക്കണ്ടല്ലോ, വല്ല ജോലിയൊന്നും ചെയ്യണ്ടല്ലോ, അവിടെ ഇരുന്ന് ഇറന്നാ പോരെ. പ്രൈസ് ദി ലോർഡ്. മിണ്ടാതിരിപ്പം. അവനോ ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ എന്ന് ഏറ്റവും അധികം നിലവിളിച്ചു. മനസ്സിലായോ? ആരാണോ മിണ്ടാതിരിക്കാൻ പറഞ്ഞാൽ അവരോട് തന്നെ പറഞ്ഞു പോയി എടുത്തുകൊണ്ട് വരാൻ. ഓക്കെ, അവനെ തൻ്റെ അടുക്കൽ കൊണ്ടുവരിക. അടുക്കൽ വന്നപ്പോൾ ഞാൻ നിനക്ക് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. കർത്താവേ, ഒറ്റ കാര്യമുള്ളൂ, എനിക്ക് കാഴ്ച കിട്ടണം, എനിക്ക് കാഴ്ച കിട്ടണം, എനിക്ക് കാഴ്ച കിട്ടണം. യേശുവിനോട് കാഴ്ച പ്രാപിക്കാൻ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുമെന്ന് പറഞ്ഞു. അടുത്ത വാക്യം, ക്ഷണത്തിൽ അവൻ കാഴ്ച പ്രാപിച്ച് ദൈവത്തെ മഹത്വരിച്ചുകൊണ്ട് അവനെ കാഴ്ച കിട്ടിയവർ. നയീൻ പട്ടണത്തിലെ വിധവയുടെ ഒരു മകൻ, അവൻ മരിച്ചു പോയിരുന്നു. യേശു ജീവൻ കൊടുത്തു. എന്നിട്ട് അവൻ വീട്ടിലേക്ക് പോയി. ഒരു മനുഷ്യനെ 3-4 പേര് പേര പൊളിച്ച് കൊണ്ടുവന്നു. അവൻ കിടക്കെടുത്തുകൊണ്ട് വീട്ടിലേക്ക് പോയി. വഴിയരികെ ഇരുന്നുകൊണ്ടിരുന്നവന് കാഴ്ച പ്രാപിച്ചു. കാഴ്ച പ്രാപിച്ചവൻ എത്രമാത്രം കാഴ്ച കിട്ടുന്നു അത്രമാത്രം യേശുവിനെ അനുഗമിക്കും. ഇവിടെ ശ്രദ്ധിക്കുക, എത്രമാത്രം നിങ്ങൾക്ക് കാഴ്ച കിട്ടുന്നോ അത്രമാത്രം നിങ്ങൾ യേശുവിനോട് ചേർന്നിരിക്കും. എത്രമാത്രം എനിക്ക് കാഴ്ച കിട്ടുന്നോ അത്രമാത്രം ഞാൻ യേശുവിനോട് ചേർന്നിരിക്കും. എത്രമാത്രം എനിക്ക് ദർശനങ്ങൾ കിട്ടുന്നോ അത്രമാത്രം ഞാൻ യേശുവിനോട് ചേർന്നിരിക്കും. എത്രമാത്രം പൗലോസിന് ദർശനങ്ങളെ കിട്ടുന്നോ വെളിപ്പാടിനെ കിട്ടുന്നോ അത്രമാത്രം പൗലോസ് യേശുവിനോട് ചേർന്നിരിക്കും. സോ കാഴ്ചയ്ക്ക് പ്രാധാന്യമുണ്ട്. കാഴ്ചയാണ് ഒരു മനുഷ്യനെ മാറ്റുന്നത്. ഇത് യെരീഹോവിലാണ്. യെരീഹോവിൽ സംഭവിച്ച കഥ. ഞാൻ ആ വചനം എടുക്കാൻ മറന്നു. ഗലീലയിൽ ഇതുപോലെ തന്നെ 2 കുരുടന്മാർ ഇരുന്ന് യാചിച്ചുകൊണ്ടിരുന്നു. യെരീഹോവിലെ കുരുടനും കാഴ്ച കിട്ടിക്കഴിഞ്ഞപ്പോൾ അവന് യേശുവിനെ പിൻഗമിച്ചു. ഫുട്ബോൾ കളി കണ്ടവരൊക്കെ ഉറക്കം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ യെരീഹോവിലുള്ള കുരുടനും എന്ത് സംഭവിച്ചു? കാഴ്ച കിട്ടിക്കഴിഞ്ഞപ്പോൾ യേശുവിനെ പിൻഗമിച്ചു. ഗലീലയിൽ 2 കുരുടന്മാർ ഇതുപോലെ ഉണ്ടായിരുന്നു. അവരും കാഴ്ച ലഭിച്ചു കഴിഞ്ഞപ്പോൾ അവർ പിന്നെ യേശുവിനെ അനുഗമിച്ചു. യോഹന്നാന്റെ സുവിശേഷത്തിൽ അങ്ങനെയല്ലേ എഴുതിയേക്കുന്നത്? അതിൻ്റെ അവസാനം എഴുതിയിട്ടില്ലേ? ദൈവപുത്രനെ നീ വിശ്വസിക്കുന്നു എന്ന് ചോദിച്ചോ? ചോദിച്ചു. അതിന് അവൻ ആരാണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെ മിശിഹ എന്ന് പറഞ്ഞു. ഉടനെ അവൻ യേശുവിൻ്റെ കൂടെ പോയി.
സോ നിങ്ങൾക്ക് കാഴ്ച എത്രമാത്രം കിട്ടുന്നോ അത്രമാത്രം യേശുവിനെ അനുഗമിക്കും. എനിക്ക് എത്രമാത്രം കാഴ്ച കിട്ടുന്നോ അത്രമാത്രം ഞാൻ യേശുവിനെ അനുഗമിക്കും. കാഴ്ച കിട്ടാതിരുന്നു കഴിഞ്ഞാൽ അനുഗമിക്കില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സോ ഞാൻ ഇന്ന് പറഞ്ഞു വന്നത് ഒരു കാര്യം മാത്രം. ലോകത്തിൻ്റെ വെളിച്ചം യേശുവാണ്. ഈ ലോകത്തിൻ്റെ വെളിച്ചം യേശുവാണ്. ഈ ലോകത്തിൽ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും യേശു എന്ന വെളിച്ചത്തിലൂടെ കണ്ടു കഴിഞ്ഞാൽ മാത്രമേ യഥാർത്ഥ പിക്ചർ കിട്ടുള്ളൂ. എക്സ്റേ എടുത്തിട്ട് ശരിയായില്ല എന്ന് പറയുമ്പോൾ പിന്നെ അടുത്ത് തന്നെ ഏതാണ്ട് ഒരു സ്കാൻ ചെയ്യാൻ പറയണം. അല്ല, MRIക്ക് മുമ്പ് വേറൊരു സ്കാനല്ലേ, CT സ്കാൻ. CT സ്കാനിൽ തെളിയാത്തത് MRI ചെയ്യാൻ പറയും. യേശുവിൽ സകലവും വ്യക്തമാവുന്നത്. എക്സ്റേ ഈസ് എ ഫോം ഓഫ് ലൈറ്റ്. ആ ലൈറ്റിലൂടെ കടന്നു പോകുമ്പോൾ കുറേ കാര്യങ്ങൾ വെളിപ്പെട്ട് വരും. പക്ഷെ യേശുവിലൂടെ കടന്നു പോയാൽ വെളിപ്പെടാത്തതായിട്ട് ഒന്നുമില്ല. ആ ലൈറ്റ് കംപ്ലീറ്റ് ലൈറ്റാണ്, പൂർണ്ണമാണ്. ആ ലൈറ്റ് നമ്മുടെ കണ്ണിലടിച്ചാൽ, ആ ലൈറ്റ് നമ്മുടെ കണ്ണിലേക്ക് ഇങ്ങനെ അടിക്കുമെന്നല്ലേ പറഞ്ഞത്, ആ ലൈറ്റ് നമ്മുടെ കണ്ണുകളിലുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം, ശരീരം എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതം തിളക്കമുള്ളതായിരിക്കും, പ്രകാശമുള്ളതായിരിക്കും. ആ കാഴ്ച നമ്മൾ എത്രമാത്രം കാണുന്നോ അത് ആ കാണാനായിട്ട് എന്ത് ചെയ്യണം? ഞാൻ എൻ്റെ പ്രസംഗത്തിൻ്റെ ചുരുക്കം ഇങ്ങനെ ഓരോന്നോരോന്നിട്ട് പറയാം. അത് കാണാൻ എന്ത് ചെയ്യണം? കുരുടൻ നിലവിളിച്ചതുപോലെ നിലവിളിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ജൽപ്പനമല്ല ഞാൻ പറഞ്ഞത്, അത്രമാത്രം ആഗ്രഹം നമുക്കുണ്ടായിരിക്കണം. അങ്ങനെ കാഴ്ച പ്രാപിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മൾ പിന്നെ യേശുവിൻ്റെ കൂടെ ആയിരിക്കും. അങ്ങനെ യേശുവിൻ്റെ കൂടെ ആയിരിക്കും. യേശു ഒരു കാര്യം പറഞ്ഞു, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ലൈറ്റിൽ ഇങ്ങനെ തിളങ്ങി അങ്ങ് നിന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പറഞ്ഞാൽ മതി. അങ്ങനെ ശുശ്രൂഷകർ ശുശ്രൂഷ ചെയ്യുന്നത് ആ ലൈറ്റിൽ അവരും ലൈറ്റായിട്ട് മാറും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.